വീണ്ടും ഒരു മോഷണ വാർത്തയിലേക്കാണ്. കൊല്ലത്തേക്ക് അഞ്ചലിൽ അടച്ചിട്ടിരുന്ന 2 വീടുകളിൽ മോഷണം നടന്നു. ഒരു വീട്ടിൽ മോഷണ ശ്രമവും നടന്നു. 13 പവൻ സ്വർണവും പണവും മോഷ്ടാക്കൾ അപഹരിച്ചു. വീടുകളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ കൊണ്ടുപോയി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തുകയാണ് അഞ്ചൽ പോലീസ്. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കളപ്പുരയ്ക്കൽ സണ്ണി ജോർജിന്റെ വീട്ടിലും തൊട്ടടുത്ത വൈഷ്ണവത്തിൽ രാജമണിയുടെ വീട്ടിലുമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. സണ്ണി ജോർജിന്റെ വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങളും രാജമണിയുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1 പവനോളം സ്വർണ്ണാഭരണങ്ങളും 6000-ഓളം രൂപയുമാണ് മോഷണം പോയത്. സണ്ണി ജോർജും കുടുംബവും ഏറെ നാളായി വിദേശത്താണ്. ബന്ധുക്കളാണ് വീട്ടുകാര്യങ്ങൾ നോക്കാറ്. തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയാണ് സണ്ണി ജോർജിന്റെ വീടിന്റെ കതക് പൊളിച്ച നിലയിൽ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് 3 മുറികളിലെയും അലമാരകളുടെ പൂട്ടുപൊളിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി അറിയുന്നത്. കതവ് ചവിട്ടി പൊളിച്ച് ഗ്രില്ല് തല്ലി തകർത്ത് അലമാരിയും ഷെൽഫും എല്ലാം കുത്തി തുറന്ന് 10-13 പവനോളം 10-13 പവനോളം സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി. സമാനമായ രീതിയിലാണ് തൊട്ടടുത്ത രാജമണിയുടെ വീട്ടിലും മോഷണം നടന്നിരിക്കുന്നത്. രാജമണിയും ഭാര്യയും കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ ബാംഗ്ലൂരിൽ താമസിക്കുന്ന മകളുടെ വീട്ടിലായിരുന്നു. ഈ മാസം 12-ാം തീയതി അയൽവാസിയാണ് രാജമണിയെ വിളിച്ച് മോഷണം നടന്ന വിവരം പറയുന്നത്. തുടർന്ന് രാജമണി വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതറിയുന്നത്. ആദ്യം ക്യാമറ പറിച്ചു കളഞ്ഞു. എല്ലാ പൂട്ടുള്ള കിടന്ന എല്ലാ കടവുകളും പൊളിച്ച് ക്യാമറയുടെ ഹാർഡ് ഡിസ്കും സകല സാധനവും പറിച്ചുകൊണ്ട് പോയത്. നാശനഷ്ടങ്ങൾ ആയിട്ട് 6000 രൂപയും ക്യാഷായിട്ട് 1 പവനോളം സ്വർണം, ഭാര്യയുടെ ഒരു കമ്മലും 1 മോതിരവും ആയിട്ട് കൊണ്ടുപോയി. പിന്നെ നാശനഷ്ടം ഭയങ്കര നഷ്ടമാണ് വരുത്തിയത്. രാജമണിയുടെ വീടിന്റെ തൊട്ടടുത്ത വസ്തുവിൽ നിന്നും മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന 1 ജോഡി ചെരുപ്പും 1 CCTV ക്യാമറയും കണ്ടെടുത്തു. അഞ്ചൽ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു. മോഷണം നടന്ന വീടുകളിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി തെളിവ് ശേഖരിച്ചു. സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അഞ്ചൽ പോലീസ്. റിപ്പോർട്ടർ, കൊല്ലം.